നിങ്ങൾ വിചാരിക്കണത് എന്തൊരു ഉമ്മയാണ്, 2 കുട്ടികളെയും കൂടെ ഒറ്റക്കാക്കിയിട്ട് ഈ ചെറുതിനെ എടുത്തിട്ട് പോരുകയാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. എനിക്ക് ചെറിയ 2 പേരെ എടുത്തു കൊണ്ടുവരാനുള്ളൊരു ഹെൽത്ത് ഇഷ്യൂസ് ഭയങ്കര പ്രയാസമായതുകൊണ്ടാണ് ഞാൻ ഒരാളെ മാത്രം എടുത്തുകൊണ്ട് വരുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ ഇരുന്ന് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്, ഞാൻ കുട്ടികളുടെ മുന്നിൽ ഭയങ്കര ബോൾഡായിട്ട് ചിരിച്ചിട്ടൊക്കെയാണ് സലാം പറഞ്ഞിട്ടൊക്കെയാണ് പോരുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള നടക്കുന്ന സംഭവങ്ങൾ എനിക്കും പഠിച്ചതിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ നമ്മുടെ കയ്യിൽ ചെറിയ ആൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്ന ഒരു പ്രായം ആയതുകൊണ്ട് തന്നെ ചിന്തകളൊക്കെ വേറെ റൂട്ടിൽ പോയിക്കോളും. അങ്ങനെ നമ്മളിത് അവിടെ ലോഞ്ചിലിരിക്കുന്ന സമയത്ത് എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പം ഞാനിതാ തനൂസിനെ വീഡിയോ കോൾ ചെയ്തപ്പം ഭയങ്കര പൊട്ടിക്കരച്ചിലും ഭയങ്കര പ്രശ്നമായിരുന്നു. പിന്നെ ഞാൻ ഐനൂസിനൊക്കെ കാണിച്ചു കൊടുത്ത് എങ്ങനെയൊക്കെ അവളെ സമാധാനിപ്പിച്ചില്ല. ഇവള് നല്ല പണിയാണ്, ലോഡ് തോടി നടക്കുന്ന പ്രായമായതുകൊണ്ട് നമുക്ക് അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതാണ് ഞാൻ ഒന്നാമത് നമ്മുടെ ഹെന്നൂസിന് എടുക്കാഞ്ഞത്. ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുൻപായിട്ട് ഞാൻ ഒന്നും കൂടെ തനൂസിനൊക്കെ വിളിച്ചപ്പം നല്ല ചിരിയിലാണ് എന്തൊക്കെയോ പച്ചക്ക് വാങ്ങിക്കൊടുക്കുകയോ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴാണ് നാട്ടിലെത്തുക എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഐനൂസ് കയറിയ പാടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൾറെഡി വയറൊക്കെ ഫുള്ളായതുകൊണ്ട് അടിപൊളിയായിട്ട് ഉറങ്ങി. അങ്ങനെ 5-6 മാസത്തിന് ശേഷം വീണ്ടും ഞാൻ ഉമ്മനെയും കാക്കൻ്റെ കുട്ടീനൊക്കെ കണ്ടു. നമ്മൾ ചെറിയ 2 പിള്ളേരും ഒരേ പ്രായക്കാരായതുകൊണ്ട് ഒരു രസമായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.